നമുക്കിന്ന് ഒരു എനർജി ബാർ ഉണ്ടാക്കാം. അതിന് ഞാൻ എടുത്തത് 400 ഗ്രാം ഈത്തപ്പഴമാണ്. ഇത് നല്ല മധുരമുള്ളത് കൊണ്ട് വേറെ മധുരമൊന്നും വേണ്ടി വരില്ല. ഇനി നമുക്ക് ഇത് കുരു കളഞ്ഞെടുക്കാം. ഇത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. പിന്നെ ഞാൻ എടുത്തത് 100 ഗ്രാം ബദാം, 50 ഗ്രാം സൺഫ്ലവർ സീഡ്, 100 ഗ്രാം പംകിൻ സീഡ്, 100 ഗ്രാം പിസ്ത, 100 ഗ്രാം അണ്ടിപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, 100 ഗ്രാം വാൾനട്ട്. ഇതിൻ്റെ എല്ലാം അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇത് ഓരോന്നായി വറുത്തെടുക്കാം. ഓയിലൊന്നും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി എല്ലാം വറുത്തെടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായി തിരിച്ചെടുക്കാം. അതിനുശേഷം ഈത്തപ്പഴം വെള്ളം തൊടാതെ അരച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം നല്ല മധുരമുള്ളത് കൊണ്ട് ഇതിന് വേറെ മധുരമൊന്നും വേണ്ടി വരില്ല. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കാം. ഉരുട്ടിയെടുത്ത ഈത്തപ്പഴത്തിൻ്റെ കൂട്ട് നമുക്ക് കസ്കസ് വറുത്ത് ഒരു പരന്ന പാത്രത്തിലിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഉരുട്ടിയെടുത്താൽ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കും. കസ്കസ് നല്ലതുപോലെ പിടിപ്പിച്ച ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ വെച്ചാൽ മതി. ഇനി ഇത് പുറത്തെടുത്ത് നമുക്ക് മുറിച്ചെടുക്കാം. ഇത് ആർക്കും കഴിക്കാൻ പറ്റുന്നതും ആരോഗ്യത്തിന് ഗുണമുള്ളതുമായ എനർജി ബാറാണ്. ഉണ്ടാക്കാൻ എളുപ്പവും വളരെ നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇനി ഇത് മുറിച്ച ശേഷം ഒരു പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കാം. നിങ്ങളിങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.